പലപ്പോഴും ബീഹാറിനൊപ്പം ചേർത്തുവെച്ച പേരാണ് നിതീഷ് കുമാറിന്റേത്. ബീഹാർ രാഷ്ട്രീയത്തിലെ അതികായൻ. എന്നാൽ ബീഹാർ രാഷ്ട്രീയത്തിലെ അതികായൻ നിതീഷ് കുമാർ ഇന്ന് പടിയിറങ്ങുകയാണ്. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. ഇതോടെ 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗത്തിനാണ് തിരശ്ശീല വീഴുന്നത്. രാവിലെ 11 മണിയോടെ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരും. യോഗത്തിൽ നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാർ കൈവരിച്ച നേട്ടങ്ങൾ ചർച്ചയാകും. യോഗത്തിന് ശേഷം ഗവർണർ സയ്യിദ് അത്ത ഹസനൈന് നിതീഷ് കുമാർ രാജിക്കത്ത് നൽകും. ബീഹാറിന്റെ ചരിത്രത്തിൽ ഇനി ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രിയും എത്തുന്നു. BJPയുടെ സമ്രാട് ചൌധരിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാണ് വിവരങ്ങൾ. 2 പതിറ്റാണ്ട് നീണ്ട നിതീഷ് യുഗം അവസാനിക്കുമ്പോൾ ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ടാണ് നിതീഷ് കുമാറിന്റെ പടിയിറക്കം. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് MLC സ്ഥാനവും നിതീഷ് രാജിവെച്ചിരുന്നത്. ബീഹാർ രാഷ്ട്രീയത്തിൽ അതികായനായ നിതീഷ് കുമാറിന്റെ ഏകദേശം 20 വർഷം നീണ്ട മുഖ്യമന്ത്രി പദവിയുടെ അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു രാജ്യസഭയിലേക്കുള്ള മാറ്റൽ. 76 വയസ്സ് പിന്നിട്ട നിതീഷ് കുമാർ 10ാമത് തവണയാണ് സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയത്. 2005 മുതൽ ചെറിയ ഒരു ഇടവേള എടുത്തതൊഴികെ അദ്ദേഹം പദവിയിലുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 2005 മുതൽ നീണ്ട 17 വർഷമായി ചെറിയ ഇടവേളകളിൽ ഒഴിച്ച് ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. ജനിച്ചത് മാർച്ച് 1, 1951-നാണ്. 1990 മുതൽ 15 വർഷം നീണ്ട RJDയുടെ ഭരണത്തിൽ നിന്ന് ബീഹാറിനെ മോചിപ്പിച്ച് 2005 മുതൽ വികസനത്തിന്റെ പാതയിലൂടെ ബീഹാറിനെ നയിച്ച കഴിവുറ്റ ഭരണാധികാരിയാണ് നിതീഷ് കുമാർ. അങ്ങനെയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നാകെ അറിയപ്പെടുന്നത്. 2005 മുതൽ ബീഹാറിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ് നിതീഷ് കുമാർ പാകിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയ പ്രവർത്തന ശൈലി നിതീഷിനെ ഏറെ പോപ്പുലറാക്കി. ഗ്രാമങ്ങളിൽ വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിലെ വികസനം എന്നിവയിലൂടെ ബീഹാറിനെ മുന്നോട്ട് നയിച്ചു. 2016 സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പിലാക്കി. ക്രിമിനലുകളെ അമർച്ച ചെയ്ത് സ്ത്രീകൾക്ക് എതിരായ ആക്രമണങ്ങൾ ഇല്ലാതാക്കിയതിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. ഭരണതലത്തിൽ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നുണ്ടെങ്കിലും ബീഹാറിന്റെ വികസന കാര്യങ്ങളിൽ നിതീഷ് കുമാർ സജീവമായി തുടരുമെന്ന് JDU വ്യക്തമാക്കുന്നു. 2025-30 കാലയളവിലേക്കുള്ള ജനവിധി നിതീഷ് കുമാറിന്റെ നയങ്ങൾക്കുള്ള അംഗീകാരമാണ് എന്നും പുതിയ സർക്കാർ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്നും JDU വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഝാ പറഞ്ഞു. പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ മാത്രമാകും നിതീഷ് കുമാർ ഡൽഹിയിൽ ഉണ്ടാകുക. ബാക്കി സമയം ബീഹാറിന്റെ പുരോഗതിക്കായി അദ്ദേഹം നിലകൊള്ളുമെന്നും ഝാ പറഞ്ഞു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭാ MP-യെ സ്ഥാനമേൽക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു സംസ്ഥാനമാണ് ലഭിക്കുക എന്ന വിലയിരുത്തലുകളുമുണ്ട്. നിരവധി ജില്ലകളിലും വകുപ്പുകളിലുമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പേയ്മെന്റുകൾ മുടങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് വലിയൊരു വിഭാഗം ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നില്ല എന്നും കരാറുകാർക്കുള്ള പേയ്മെന്റുകളും മുടങ്ങിയിരിക്കുകയാണെന്നുമാണ്. ഏപ്രിൽ മാസത്തിൽ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടും 50,000-ലധികം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാർച്ച് മാസത്തെ ശമ്പളമോ പേയ്മെന്റുകളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ശമ്പളവും പെൻഷനും നൽകുന്നതിനായി മാത്രം സർക്കാർ എല്ലാ മാസവും ഏകദേശം 10,000 കോടി രൂപ ക്രമീകരിക്കേണ്ടതുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ പ്രശ്നം ഒരു ജില്ലയിലോ വകുപ്പിലോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. സഹർസ, മധുബാനി, ബാങ്ക, ഗോപാൽഗഞ്ച്, സീതാമർഹി, കിഴക്കൻ ചമ്പാരൻ തുടങ്ങിയ ജില്ലകളിലെ നിരവധി ജീവനക്കാർ ശമ്പളത്തിനായി കാത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണ മേഖലകളുമായി ബന്ധപ്പെട്ട ജീവനക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.